नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 70. ഭഗവാൻ കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിൽ. പേജ് നമ്പർ 693. ഇപ്രകാരം ഭഗവാൻ കൃഷ്ണന്റെ ഈ ഘോഷയാത്ര ഹസ്തിനപുരത്തിലേക്കു നീങ്ങി. ക്രമേണ അതു ആനർത്ഥം ഗുജറാത്ത്, സൗവീരം, സൂറത്ത്, രാജസ്ഥാനിലെ വൻ മരുഭൂമി, തുടർന്ന് കുരുക്ഷേത്രം എന്നീ രാജ്യങ്ങളിലൂടെ കടന്നുപോയി. ഈ രാജ്യങ്ങളുടെ ഇടയ്ക്കു അനേകം പർവ്വതങ്ങളും നദികളും നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും ഖനികളും ഉണ്ടായിരുന്നു. ഘോഷയാത്രയുടെ പുരോഗതിയിൽ പറഞ്ഞ വഴിയിലൂടെയെല്ലാം അതു മുന്നോട്ടു നീങ്ങി. ഹസ്തിനപുരിയിലേക്കുള്ള പാതയിൽ ദൃശ്വതി, സരസ്വതി എന്ന 2 നദികളും ഭഗവാൻ തരണം ചെയ്തു. തുടർന്ന് പാഞ്ചാലം, മത്സ്യം എന്നീ പ്രദേശങ്ങളും അദ്ദേഹം പിന്നിട്ടു. അങ്ങനെ അവസാനം ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. പരമപുരുഷനായ കൃഷ്ണന്റെ സന്ദർശനം ഒരു ചെറിയ കാര്യമല്ല. അതിനാൽ ഭഗവാൻ കൃഷ്ണൻ ഹസ്തിനപുരത്തിലെത്തിയിരിക്കുന്നു എന്നു കേട്ട മാത്രയിൽ രാജാ യുധിഷ്ഠിരൻ അത്യന്തം ആഹ്ലാദഭരിതനായി. പരമാനന്ദപൂരത്താൽ അദ്ദേഹത്തിൻ്റെ രോമങ്ങൾ ഓരോന്നും എഴുന്നേറ്റു നിന്നു. ഉടൻ അദ്ദേഹം ഭഗവാനെ വഴിയാം വണ്ണം സ്വീകരിക്കാൻ നഗരത്തിനു വെളിയിലെത്തി. വിവിധ വാദ്യഘോഷങ്ങളോടും വായ്പ്പാട്ടോടും കൂടിയ സംഗീതം മുഴങ്ങട്ടെ എന്നു അദ്ദേഹം ആജ്ഞാപിച്ചു. നഗരത്തിലെ പണ്ഡിതരായ ബ്രാഹ്മണർ വേദസ്തുതികൾ ഉച്ചത്തിൽ പാടി. ഭഗവാൻ കൃഷ്ണൻ ഋഷികേശൻ എന്ന പേരിലാണറിയപ്പെടുന്നത്. എന്നുവച്ചാൽ ഇന്ദ്രിയങ്ങളുടെ അധീശൻ. അദ്ദേഹത്തെ സ്വീകരിക്കാൻ യുധിഷ്ഠിരൻ മുന്നോട്ടു നീങ്ങിയത് ശരിക്കും ഇന്ദ്രിയങ്ങൾ ജീവിതാബോധത്തെ ദർശിക്കുന്നത് പോലെയാണ്. രാജാ യുധിഷ്ഠിരൻ കൃഷ്ണന്റെ മൂത്ത ദായാദിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിനു ഭഗവാനോട് വലിയ വാത്സല്യമുണ്ടായിരുന്നു. ഭഗവാനെ കണ്ട നിമിഷത്തിൽ തന്നെ യുധിഷ്ഠിരന്റെ ഹൃദയം സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം ഭഗവാനെ കണ്ടിട്ട് നാളുകൾ ഏറെയായിരുന്നു. അതിനാൽ ഇപ്പോൾ ഭഗവാനെ മുന്നിൽ കണ്ടതു തൻ്റെ മഹാഭാഗ്യമായി അദ്ദേഹം കരുതി. അതിനാൽ അത്യന്തം വാത്സല്യത്തോടെ രാജാവ് ഭഗവാൻ കൃഷ്ണനെ വീണ്ടും വീണ്ടും ആശ്ലേഷിച്ചു. ഭഗവാൻ കൃഷ്ണന്റെ നിത്യമായ രൂപം ഭാഗ്യദേവതയുടെ ശാശ്വതമായ ആവാസസ്ഥാനമാണ്.
ഭഗവാനെ ആശ്ലേഷിച്ചതോടെ ഭൗതികാസ്തിത്വത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്നെല്ലാം രാജാ യുധിഷ്ഠിരൻ മുക്തനായി. തത്ക്ഷണം അദ്ദേഹത്തിനു അതീന്ദ്രിയമായ പരമാനന്ദം അനുഭവപ്പെട്ടു. സുഖസാഗരത്തിൽ ആമഗ്നനായി. അദ്ദേഹത്തിൻ്റെ നയനങ്ങളിൽ കണ്ണീരു നിറഞ്ഞു. പരമാനന്ദാധിക്യത്താൽ ശരീരം വിറപൂണ്ടു. താൻ ഭൗതിക ലോകത്താണു ജീവിക്കുന്നതെന്ന കാര്യമേ അദ്ദേഹം മറന്നു. അതിനുശേഷം പാണ്ഡവരിൽ രണ്ടാമനായ ഭീമസേനൻ പുഞ്ചിരിയോടെ അമ്മ വഴിക്കു തൻ്റെ ജ്ഞാതിയെന്നു കരുതിക്കൊണ്ടു ഭഗവാൻ കൃഷ്ണനെ പുണർന്നു. അദ്ദേഹം പരമാനന്ദത്തിൽ മുഴുകി. ഭീമസേനൻ്റെ ആനന്ദവും അളവറ്റതായിരുന്നു. തത്കാലത്തേക്ക് അദ്ദേഹവും തൻ്റെ ഭൗതികാസ്തിത്വം വിസ്മരിച്ചുപോയി. പിന്നീട് ഭഗവാൻ കൃഷ്ണൻ തന്നെ അർജുനൻ, നകുലൻ, സഹദേവൻ എന്നീ മറ്റ് 3 പാണ്ഡവരെയും ആലിംഗനം ചെയ്തു. 3 സഹോദരന്മാരുടെയും നയനങ്ങൾ കണ്ണീർ പ്രളയത്തിലാണ്ടുപോയി. ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നതിനാൽ അർജുനൻ വീണ്ടും വീണ്ടും കൃഷ്ണനെ ആശ്ലേഷിച്ചു. ഭഗവാൻ കൃഷ്ണൻ ആശ്ലേഷിച്ചതിനെ തുടർന്ന് ഇളയ 2 പാണ്ഡവ സഹോദരന്മാരും തങ്ങളുടെ ആദരം അർപ്പിക്കാനായി ഭഗവത് പാദങ്ങളിൽ വീണു. അതിനുശേഷം അവിടെ സന്നിഹിതരായിരുന്ന ബ്രാഹ്മണർക്കു ഭഗവാൻ കൃഷ്ണൻ സാദര പ്രണാമങ്ങൾ അർപ്പിച്ചു. അതുപോലെ തന്നെ ഭീഷ്മർ, ദ്രോണർ, ധൃതരാഷ്ട്രർ തുടങ്ങിയ കുരുവൃദ്ധന്മാരെയും സാദരം വണങ്ങി. അവിടെ കുരു, സൃഞ്ജയ, കേകയം തുടങ്ങി പല പ്രദേശത്തു നിന്നുമുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു. ഭഗവാൻ കൃഷ്ണൻ അവരുടെ പ്രണാമങ്ങൾക്കും ആശംസകൾക്കും യുക്തമായ രീതിയിൽ പ്രത്യഭിവാദ്യം ചെയ്തു. സൂതന്മാർ, മാഗധന്മാർ, വന്ദികൾ തുടങ്ങിയ ഗായകർ ബ്രാഹ്മണരോടു ചേർന്നു ഭഗവാനു ആദരപൂർവമുള്ള പ്രാർത്ഥനകൾ അർപ്പിച്ചു. ഗന്ധർവന്മാർ തുടങ്ങിയ കലാകാരന്മാരും ഗായകരും വിദൂഷകന്മാരും ചെണ്ട, ശംഖം, പെരുമ്പറ, വീണ, മൃദംഗം, കുഴൽ തുടങ്ങിയ വാദ്യപ്രയോഗങ്ങൾ തുടങ്ങി. ഭഗവാനെ പ്രീതിപ്പെടുത്താനായി അവർ നൃത്തവും ആരംഭിച്ചു. ഇപ്രകാരം സർവദാ കീർത്തിമാനും പരമപുരുഷനുമായ ഭഗവാൻ കൃഷ്ണൻ എല്ലാ തരത്തിലും ഐശ്വര്യപൂർണമായ ഹസ്തിനപുരം എന്ന മഹാനഗരത്തിൽ പ്രവേശിച്ചു. ഭഗവാൻ കൃഷ്ണൻ നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയമായ നാമം, രൂപം, ഗുണം എന്നിവയെ പ്രശംസിക്കുകയും മഹിമാതിരേകത്തെക്കുറിച്ചു പരസ്പരം സംസാരിക്കുകയുമായിരുന്നു. ഹരേ കൃഷ്ണ.